ഹായ് ഹലോ എല്ലാവർക്കും പൊന്നേരി സൈബ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വീണ്ടും പെട്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് അറബ് വാക്കുകൾ പറയാൻ നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പം പുതിയതായിട്ട് എവിടെയെങ്കിലും അല്ല, കുവൈറ്റിലോട്ട് വരാൻ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തക്ക രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ അറബ് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ, ഞാൻ അറബ് പഠിച്ചിട്ടുള്ള വ്യക്തിയൊന്നും അല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞ് പഠിച്ചതാണ്. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് ഇവർ പറയാറുമുണ്ട്. അപ്പം ഞാൻ പറയുന്നതിനകത്ത് വലിയ മിസ്റ്റേക്കും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ പ്രൊണൗൺസിയേഷൻ ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ പറയുന്നതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയത് എന്നുള്ളതിന് എന്തോ പറയുന്നതെന്ന് നോക്കാം. പുതിയത് എന്നുള്ളതിന് പറയുന്നത് ജദീദ് എന്നാണ്. അപ്പോൾ പഴയതിന് എന്തായിരിക്കും? പുതിയതിന് ജദീദ് എന്നാണെങ്കിൽ പഴയതിന് നമ്മൾ പറയുന്നത് ഗദീം എന്നാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ജദീദും ഗദീമും. അപ്പോൾ അപ്പോൾ വലുത് എന്നുള്ളതിന് കബീർ എന്നും ചെറുത് ഉള്ളതിന് ഗസീർ എന്നുമാണ് പറയുന്നത്. ചെറുതിന് ഗസീർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നീളമുള്ളത് എന്ന് പറയുന്ന വാക്കാണ് തൊവീൽ എന്നാണ് പറയുന്നത്. നീളമുള്ള. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, യാദ യാദ. അപ്പോൾ ഈ യാദയുടെ മീനിങ് എന്താണെന്ന് അറിയാമോ? കമോൺ എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാനായിട്ട് പറയാം. പെട്ടെന്ന് എന്നതിന് അറബിൽ പറയുന്ന വേർഡാണ് സിറ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഹറിയപ്പ് ക്വിക്ക്ലി എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. സിറ നമ്മൾ പെതുക്കെ പോകൂ എന്ന് പറയത്തില്ലേ, അതിന് വേണ്ടി പറയുന്നത് ഷോയ് എന്നാണ്. അപ്പോൾ അതിന് വരുന്ന സ്ലോലി എന്നാണ് മീനിങ് വരുന്നത്. ഷോയ് എന്ന് വെച്ചാൽ സ്ലോലി എന്നാണ് അർത്ഥം വരുന്നത്. ഒരു വാക്കും കൂടി പറയാൻ പഠിക്കാതെ ഇന്ന് സോറി എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് മാലിഷ് എന്ന് വെച്ചാൽ സോറി എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.